എല്ലാവർക്കും ബേക്ക് വിത്ത് കൊക്കോട്ടോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു ബേക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. എൻ്റെ കിച്ചണിൽ ഞാൻ കൊടുത്ത ഒരു ചെറിയ മേക്ക് ഓവർ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലാണ്. അപ്പോൾ ആ കിച്ചണെ എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി വെക്കാം എന്നുള്ള ഒരു ചെറിയ ടിപ്പാണ്. ഞാൻ ആ വരുത്തിയ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. എൻ്റെ ഈ കിച്ചൺ കോർണറാണ് ഞാനിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കിച്ചൺ കോർണർ. ഞാനിവിടെ ഓയിലും സോൾട്ടും ഒക്കെ വെക്കാനായിട്ട് ഈ ബാസ്ക്കറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നൈഫ്, ഇതിൽ സ്പൂൺസ്, ഇങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് നോർമലി. ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഇതാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു ഷെൽഫ്. ഇതൊരു മെറ്റൽ ഷെൽഫാണ്, 2 ലെയർ ഉള്ളത്. ഇതിൻ്റെ 2 ലെയറും 3 ലെയറും ഉള്ളതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ബ്ലാക്കും എല്ലാം ഉണ്ട്. ഞാൻ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 സെറാമിക് പോട്ട്സ് വാങ്ങിച്ചു. ഒന്നിൽ ഞാൻ സോൾട്ടും ഒന്നിൽ ഞാൻ ഗീയുമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഗീ എനിക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതപ്പോൾ ഞാൻ ഈസിലി ആക്സസിബിളായിട്ട് ഇതിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആമസോണിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഈ 2 പോട്ട്സ് വാങ്ങിയത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ സൈസും ഇതിൻ്റെ കളറും എൻ്റെ ഈ ഷെൽഫിന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ 2 ഓയിൽ സ്പില്ലേഴ്സാണ്. ഒന്നിൽ ഞാൻ കോക്കനട്ട് ഓയിലും ഒന്നിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഓയിൽ സ്പില്ലറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും നമുക്ക് ഇവിടുന്ന് ലീക്ക് ആവില്ല കേട്ടോ. എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഓയിലി അല്ലാണ്ട് നമ്മുടെ ഈ കുപ്പി ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഈ ഓയിൽ സ്പില്ലർ ഞാൻ ഇതിൻ്റെ ടോപ്പിൽ വെക്കുകയാണ്. അടുത്തത് ഈ വുഡൻ്റെ ഒരു യൂട്ടൻസിൽ ഹോൾഡറാണ്. അതിൽ ഞാൻ ഒരു റാക്കിൽ കുറച്ച് സ്പൂൺസും ഒരിടത്ത് നൈഫും പീലറും സിസേഴ്സും ഒക്കെ ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കിച്ചൺ കോർണർ ചേഞ്ച് ചെയ്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നല്ലൊരു ഒതുക്കമാണ് ഇതിവിടെ വന്നപ്പോൾ. അതുപോലെ തന്നെ എല്ലാത്തിനും കളർ കോമ്പിനേഷൻസും ആ കോൺട്രാസ്റ്റും എല്ലാം കൂടി നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ബേക്കിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.